ഉണ്ണികൃഷ്ണൻ, എനിക്ക് പറയാനുള്ളത്, കൊച്ചെ, നിനക്ക് ജന്മം നൽകിയ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിന് പോലും നാണം കേടാണ് നീ. നിന്റെ വീട്ടിൽ പോലും കയറ്റാൻ കഴിയില്ല. നീ കല്യാണം കഴിച്ചതാണെങ്കിൽ നിന്റെ ഭർത്താവ് അധിക കാലം നീയുമായിട്ട് മുൻപോട്ട് പോവില്ല. എടോ സാജ, നിന്റെ വിരട്ടലും വിലപേശലും ഒക്കെ നിന്നെ പേടിക്കുന്ന ആളുകളുടെ അടുത്ത് മതി. നീ പേടിപ്പിച്ചപ്പോൾ നിന്നെ പേടിപ്പിച്ച് വിറപ്പിച്ചവരാണ് ഞങ്ങൾ. തബ്ലീഗുകാരുടെ വിഷയത്തിൽ അവരെ വളരെ മോശമാക്കി വാർത്ത കൊടുത്ത് അവരെ നാറ്റിച്ച് സമൂഹത്തിൽ അവരെ വെറുക്കുന്ന ഒരവസ്ഥ നീ സൃഷ്ടിച്ചെടുത്ത സമയത്ത് അതല്ല ശരി. അവർ നിരപരാധികളാണ്, അവരെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആ വസ്തുതകളെ നിരത്തി ഞങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി വാർത്ത നൽകിയപ്പോൾ ആ വാർത്തകൾ കണ്ട പ്രേക്ഷകർ നിനക്ക് നല്ല മറുപടി സോഷ്യൽ മീഡിയയിൽ തന്നപ്പോൾ അവസാനം ഒരു വഴിയുമില്ലാതെ ഗതികെട്ട് സ്വന്തം ചാനലിൽ വന്ന് ഇരുന്നു കൊണ്ട് തന്നെ പറഞ്ഞു അവര് അത്ര മോശക്കാരൊന്നുമല്ല എന്ന്. അങ്ങനെ നിന്നെ കൊണ്ട് മാറ്റിപ്പറയിപ്പിച്ച ഞങ്ങളെ നീ വിരട്ടി തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതങ്ങ് നിന്റെ ഓഫീസിനകത്തുള്ള സംഘപരിവാറിന്റെ അച്ചാരം വാങ്ങിയിട്ട് പണിയെടുക്കുന്ന റിപ്പോർട്ടർമാരുടെ അടുത്ത് മതി. ഇതാള് വേറെയാണ്, ഞങ്ങളുടെ ടീം വേറെയാണ്. സാജ, ആരെയാണ് നീ പേടിപ്പിക്കുന്നത്? ആര്യ ഉണ്ണികൃഷ്ണനെയാണോ? ബ്രിട്ടീഷ് വ്യവസായിയെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ വാർത്ത നൽകി അദ്ദേഹത്തിന്റെ ബിസിനസ് രംഗം തകർത്ത് അവസാനം ആ പാവത്തിനെ കടക്കാരനാക്കി മാറ്റി, സമൂഹത്തിൽ ഒറ്റുകാരനാക്കി മാറ്റി, മോശമാക്കി ചിത്രീകരിച്ച് അവസാനം അദ്ദേഹത്തെ ഈ ഭൂമി ലോകത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പണിയെടുത്തപ്പോൾ ആത്മവിശ്വാസത്തിന്റെ ബലത്തിൽ ആ ബ്രിട്ടീഷ് വ്യവസായി ജീവിച്ച് നിനക്കെതിരെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ അതിന്റെ വസ്തുതകൾ മനസ്സിലാക്കി 4-2K ചാനലിലെ ആര്യ ഉണ്ണികൃഷ്ണൻ എന്ന ഞങ്ങളുടെ സഹപ്രവർത്തകയായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തക വാർത്ത നൽകിയപ്പോൾ നിനക്ക് വിറച്ചു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ വിറയൽ ഇതാ തുടങ്ങാൻ പോവുകയാണ്. സജ, നീ കളിച്ചോ? കളിക്കാൻ അറിയാത്തവരുടെ കൂടെ നിന്ന് കളിച്ച് നീ വീരനായകനായിക്കോളൂ. അതാണല്ലോ സംഘികളുടെ ആസനം താങ്ങി നിന്ന് നിലവില് വീരനായകനാകുന്നുള്ളത്. കളി അറിയാവുന്നവരുടെ അടുത്ത് വന്ന് കളിക്കാൻ നിൽക്കരുത്. ഞങ്ങളൊക്കെ ഒരു ടീമാണ്. പ്രശ്നം വന്നു കഴിഞ്ഞാൽ തുറന്നടിച്ച് നിനക്കെതിരെ രംഗത്ത് വരാൻ കെൽപ്പുള്ളവർ തന്നെയാണ് സജ ഇന്ന് ഓൺലൈൻ മാധ്യമ രംഗത്തുള്ളത്. പണ്ട് നീ പേടിപ്പിക്കുമ്പോൾ പേടിച്ചു പോയ ചില പാവങ്ങളുടെ മനക്കരുത്തല്ല ഞങ്ങൾക്കുള്ളത്. ഞങ്ങള് രണ്ടും കൽപ്പിച്ച് മാധ്യമ പ്രവർത്തനം ചെയ്യാൻ ഇറങ്ങിയവരാണ്. അതുകൊണ്ട് നിന്റെ വിരട്ടലും വിലപേശലും ഒക്കെ നിന്റെ ഓഫീസിനകത്തുള്ള റിപ്പോർട്ടർമാരോട് മതി. അത് ഞങ്ങളുടെ സഹപ്രവർത്തകയായിട്ടുള്ള ആര്യ ഉണ്ണികൃഷ്ണനോട് വേണ്ട. ആ കുട്ടി വളരെ വ്യക്തമായിട്ടാണ് ആ ബ്രിട്ടീഷ് വ്യവസായിയുടെ കാര്യം തുറന്നു പറഞ്ഞത്. നിന്നെപ്പോലെയുള്ള ചില മാധ്യമങ്ങൾ വ്യാജ വാർത്ത പടച്ചുവിട്ട് ആ പാവത്തിനെ വഴിയാധാരമാക്കിയപ്പോൾ അതിനെതിരെ ശക്തമായി തുറന്നടിക്കാനാണ് ആര്യ ഉണ്ണികൃഷ്ണൻ എന്ന മാധ്യമ പ്രവർത്തക തയ്യാറായിട്ടുള്ളത്. നീ എന്താണ് പറഞ്ഞത്? ആര്യ ഉണ്ണികൃഷ്ണന്റെ മാതാവ് പോലും അവളെ ആലോചിച്ച് ലജ്ജിച്ചു പോകുന്നുണ്ടാകും എന്നല്ലേ നീ പറഞ്ഞത്? അത് സംഘപരിവാറിന്റെ മനോഭാവമാണ്. യഥാർത്ഥത്തിൽ ആര്യ ഉണ്ണികൃഷ്ണന്റെ മാതാവ് ഇതുപോലെയുള്ള നട്ടലുള്ള, തന്റെ ഇടമുള്ള, ആർജവമുള്ള, ശക്തിയുള്ള കാര്യങ്ങൾ കിറുകൃത്യമായി പറയാൻ ആർജവം കാണിക്കുന്ന ഒരു മകളെയാണല്ലോ ഞാൻ പ്രസവിച്ചതെന്നോർത്ത് അഭിമാനിക്കുന്നുണ്ടാകും ആര്യ ഉണ്ണികൃഷ്ണന്റെ മാതാവ്. അല്ലാതെ നീ പറഞ്ഞതുപോലെ തന്റെ ഗർഭാശയത്തിൽ വളർന്നു പോയി എന്ന് പറഞ്ഞ് ആ മാതാവ് ലജ്ജിക്കുകയല്ല, മറിച്ച് ആത്മാഭിമാനത്തോടെ വിളിച്ചു പറയുന്നുണ്ടാകും നട്ടലുള്ള ഒരു മകള് എനിക്കുണ്ട് എന്ന്. സജ, അങ്ങനെ ലജ്ജിക്കുന്ന മാതാക്കൾ ഉണ്ട്, ശരി തന്നെയാണ്. അതാരാണ് എന്ന് നിന്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞു തരുന്നില്ല. വേണമെങ്കിൽ നീ ഊഹിച്ചെടുത്തോളൂ. ഒരു കാര്യം പറയാം സാജ, കളിച്ചോ. ഞങ്ങള് തുടങ്ങിക്കഴിഞ്ഞാൽ, ഞങ്ങള് നിനക്കെതിരെ പടപൊരുതാൻ കഴിഞ്ഞാൽ നിന്റെ അടിവേര് തോണ്ടിയിട്ടേ ഞങ്ങളുടെ പടയോട്ടം അവസാനിപ്പിക്കുകയുള്ളൂ. തൊട്ടാൽ സാജ നിനക്ക് നല്ല പൊള്ളലേൽക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.
Podcast.